ബജറ്റ് ഉഡായിപ്പോ വാസ്തവം അറിയാം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. ഒരു ചരിത്ര സംഭവം കൂടിയാണ്. കാരണം മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആദ്യം ആർ ശങ്കറാണ്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരിപ്പിച്ചത്. പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചു. മൂന്നാമതാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ബജറ്റ് അവതരിപ്പിക്കും. അങ്ങനെ ധനമന്ത്രിയാണ് സാധാരണ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആ നിലയിൽ നിന്നും മാറിക്കൊണ്ട് മുഖ്യമന്ത്രിമാർ 3 പേരാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഇടം പിടിച്ചിട്ടുള്ളത്. അങ്ങനെ വി.ഡി. സതീശൻ ഇപ്പോൾ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു മുഖ്യമന്ത്രി കൂടിയായിരിക്കുന്നു. അതായത് ബജറ്റ് അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ മാറിയിരിക്കുന്നു. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. എന്തെല്ലാമാണ് ഇതിനകത്തെ പ്രശ്നങ്ങൾ, എന്തെല്ലാമാണ് ഗുണകരമായിട്ടുള്ളവ, എന്തെല്ലാമാണ് നമ്മുടെ കണ്ണിൽ പൊടിയിട്ടിട്ടുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ എന്നൊക്കെ വിശദമായിട്ട് ഒന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ മുൻ മന്ത്രി, കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രി കെ.എൻ. ബാലഗോപാലായിരുന്നല്ലോ ധനകാര്യ വകുപ്പ്. അദ്ദേഹം ബജറ്റ് 2.18 ലക്ഷം കോടിയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത്. ഇപ്പോൾ സതീശൻ അവതരിപ്പിച്ചപ്പോൾ 2.05 ലക്ഷം കോടിയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത്. ഏതാണ്ട് 13,000 കോടി രൂപയുടെ കുറവാണ് ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് ആദ്യം തന്നെ പറയാനുള്ളത്. പിന്നെ രണ്ടാമത്, ഏറ്റവും ഈ KSRTC സൗജന്യ യാത്ര പോലെ തന്നെ UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായിരുന്നു ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി. അതായത് ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് ആരോഗ്യ പദ്ധതി ലഭിക്കും. അപ്പോൾ ആ പദ്ധതിയിൽ എന്താണ് എന്നുള്ളതായിരുന്നു ഒരു ആകാംക്ഷ. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ആ പദ്ധതി കൃത്യമായി നടപ്പിലാക്കണമെങ്കിൽ മിനിമം ഒരു 7,500 കോടി അല്ലെങ്കിൽ 8,000 കോടി രൂപ വേണം. പക്ഷേ ഈ ബജറ്റിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാറ്റി വെച്ചിരിക്കുന്നത് എത്ര കോടി രൂപയാണ്? വെറും 10 കോടി രൂപ മാത്രം. അതായത് 8,000 കോടി രൂപ വേണ്ട സ്ഥാനത്ത് 10 കോടി രൂപയാണ് വി.ഡി. സതീശൻ മാറ്റിവെച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഒരു കുടുംബത്തിന് ഈ 10 കോടി രൂപ കൊണ്ട് 25 ലക്ഷം രൂപ ഇൻഷുറൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇനി തിരുവനന്തപുരം, ഹരിപ്പാട് തുടങ്ങിയിടത്ത് 2 മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. തിരുവനന്തപുരത്ത് നമുക്കറിയാം ജനറൽ ഹോസ്പിറ്റലിനെ മെഡിക്കൽ കോളേജാക്കി ഉയർത്തി കഴിഞ്ഞ തവണ. പക്ഷേ ഈ 2 മെഡിക്കൽ കോളേജുകൾക്കും കൂടി 100 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് 2 മെഡിക്കൽ കോളേജുകൾ പണിയാൻ 100 കോടി രൂപ മാറ്റിവെക്കാൻ? 100 കോടി രൂപയ്ക്ക് എങ്ങനെയാണ് 2 മെഡിക്കൽ കോളേജ് പണിയുന്നത്? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ അവിടെ ഒരു സർജിക്കൽ വാർഡ് പണിതിരുന്നു. ആ സർജിക്കൽ വാർഡിന് മാത്രമായത് 90 കോടി രൂപയാണ്. അപ്പോൾ ഒരു സർജിക്കൽ വാർഡിൻ്റെ പണിയണമെങ്കിൽ 90 കോടി രൂപ വേണ്ട സ്ഥാനത്താണ് 2 മെഡിക്കൽ കോളേജ് പണിയാൻ വേണ്ടി 100 കോടി രൂപ മാറ്റിവെച്ചത്. അപ്പോൾ അത് പ്രായോഗികമല്ല. അത് വെറുതെ ഒരു പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങും. എങ്ങനെ ഈ 100 കോടി രൂപയ്ക്ക് എങ്ങനെയാണ് 2 മെഡിക്കൽ കോളേജ് പണിയണം എന്നുള്ള കാര്യം അത് വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എങ്ങനെ പ്രായോഗികമാകുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഈ പഴയതുപോലെയൊന്നുമല്ല. നമുക്കെല്ലാം സാധാരണ ഓരോ കേരളീയനും രാഷ്ട്രീയമായി പ്രബുദ്ധനാണ്. അവൻ ഓരോ കാര്യങ്ങളെയും സ്വയം വിചിന്തനം ചെയ്ത് അതിൽ ശരിയേത് തെറ്റേതെന്ന് തീർച്ചപ്പെടുത്താൻ ശേഷിയുള്ളവരാണ് കേരളം. രാഷ്ട്രീയമായി അത്ര പ്രബുദ്ധതയുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അത്തരം ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടികളൊന്നും നടക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ഇനി അടുത്തത് വരുന്നു, SC/ST വിഭാഗങ്ങൾക്ക് മാത്രമായി ഭവന പദ്ധതി പ്രഖ്യാപിച്ചു. ഈ ഭവന പദ്ധതി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നില്ലേ, ലൈഫ് മിഷൻ എന്ന പേരിൽ. അപ്പോൾ അത് ഈ SC/ST വിഭാഗങ്ങൾ അതിൽ പെടും. അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടി മാത്രം എന്തിനാണ് മറ്റൊരു ഭവന പദ്ധതി? അത് നിലവിലുള്ള ലൈഫ് മിഷനെ തകർക്കില്ലേ? ആ ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഇനി വയനാട്ടിലൊരു ട്രൈബൽ സർവകലാശാല സ്ഥാപിക്കാൻ വേണ്ടി 50 കോടി രൂപ മാറ്റിവെക്കുമെന്ന് ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ട്രൈബൽ സർവകലാശാലയിൽ എന്താണ് സിലബസ്? ആ സിലബസിൽ പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് എന്ത് തൊഴിലാണ് ലഭിക്കുന്നത്? ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല. 50 കോടി രൂപ ഒരു ട്രൈബൽ സർവകലാശാലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ഈ ട്രൈബൽ സർവകലാശാലയുടെ സ്വഭാവം എന്താണ്? അതിൽ പഠിച്ചിറങ്ങുന്ന സിലബസ് എന്താണ്? അതിൽ പഠിച്ചിറങ്ങുന്നവർക്ക് എന്ത് ജോലിയാണ് കിട്ടുന്നത്? എന്ത് തരത്തിലെ പഠനമാണ് അവിടെ നടക്കുന്നത്? തുടങ്ങിയിട്ടുള്ള സ്വാഭാവിക ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. ഭാവിയിൽ ഉണ്ടായിരിക്കാം. ഇനി അടുത്തത്, മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന പദ്ധതി. എന്താ ഇല്ലേ? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എന്താ സംഭവിച്ചത്? പിണറായി സർക്കാർ ഫ്ലാറ്റ് പണിത് കൊടുത്തു. അതിപ്പോഴും ഇവിടെ നമ്മുടെ മുന്നിൽ സാക്ഷിയായി നിൽപ്പുണ്ട്. പിന്നെന്ത് പദ്ധതിയാണ്? പുനർഗേഹം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പേരിട്ടിട്ട് എന്ത് തട്ടിപ്പാണ് നടത്താൻ പോകുന്നത്? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടത്തുന്ന അതേ പദ്ധതി തന്നെയാണ്
പിന്നെ അതിന് 400 കോടി രൂപ മാറ്റിവെച്ചു എന്ന് പറയുന്നു. അത് ഒരു പുതുമയുള്ള കാര്യമല്ല. ഇനി അടുത്തത് റബ്ബർ കർഷകരിലേക്ക് വരാം. നമ്മുടെ ഏറ്റവും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു നട്ടെല്ലാണ് ഈ റബ്ബർ കൃഷി എന്ന് പറയുന്നത്. ഈ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ പിണറായി സർക്കാർ അധികാരത്തിലെടുക്കുമ്പോൾ റബ്ബറിൻ്റെ താങ്ങുവില 170 ആയിരുന്നു. പിന്നീട് പിണറായി സർക്കാർ ഈ താങ്ങുവില 200 രൂപയായി ഉയർത്തി. അപ്പോൾ നിലവിൽ ഇപ്പോൾ, അതായത് 2026 റബ്ബറിൻ്റെ താങ്ങുവില 274 രൂപയാണ്. പക്ഷേ സതീശൻ ഇവിടെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് 250 രൂപയാണ് താങ്ങുവില എന്നാണ്. അതെങ്ങനെ ശരിയാകും? നിലവിൽ 247 രൂപ താങ്ങുവിലയുള്ള റബ്ബറിന് 250 രൂപയാക്കി കുറച്ചു. അപ്പോൾ അതിലെന്താണ് റബ്ബർ കർഷകരോട് ചെയ്തൊരു അനീതിയല്ലേ അത്? അങ്ങനെ ആ ചോദ്യം അവിടെ നിൽക്കുന്നു. ഇനി സിനിമയെ വ്യവസായമായി പ്രഖ്യാപിച്ചു. അതിലെന്താണ് പുതുമ? സിനിമ വ്യവസായം തന്നെയാണ്, അല്ലാതെ സിനിമ ഫ്രീ ആയിട്ടുള്ള സംഭവമല്ല. സിനിമ വ്യവസായം തന്നെയാണ്. പിന്നെ ഒരു ഒഫീഷ്യലായിട്ട് ഒരു പറയുന്നതിനപ്പുറത്തേക്ക് സിനിമാ വ്യവസായം തന്നെ അന്നും ഇന്നും എന്നും സിനിമാ വ്യവസായം തന്നെയാണ്. പക്ഷേ വ്യവസായമായി പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോഴേക്കും അതിലെന്തോ ഒരു വലിയൊരു പുതുമ വരുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ അതിലെന്താണ് പുതുമ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഇനിയാണ് JC ഡാനിയലിൻ്റെ പേരിൽ ഇന്റർനാഷണൽ ഒരു സെന്റർ തുടങ്ങാൻ പോകുന്നു. അതിന് 100 കോടി രൂപ മാറ്റിവെച്ചു. നല്ല കാര്യം. കാരണം JC ഡാനിയലിനെ ഓർമ്മിക്കാനും സിനിമാ പ്രേമികൾക്ക് അതിനകത്ത് എന്തെല്ലാം ഉണ്ട് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ മദ്യം. ആ മദ്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ സതീശൻ സർക്കാർ ഇറക്കിയിരിക്കുന്ന ഒരു പുതിയ നികുതി ഘടന, അതായത് വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നികുതി ഘടനയാണ്. അതായത് 0.5 മുതൽ 10 വരെ കണ്ടന്റുള്ള ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യത്തിന് 120% നികുതി. അതേപോലെ തന്നെ 10% മുതൽ 20% വരെയുള്ള ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയ മദ്യത്തിന് 175% നികുതിയാക്കി. അതെന്തായാലും മദ്യമേഖലയിൽ നടത്തിയിട്ടുള്ള ഒരു ആരോഗ്യകരമായ ഒരു ഇടപെടൽ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിലയിരുത്താം. ഇനി അടുത്തതാണ് അന്താരാഷ്ട്ര ചലച്ചിത്ര വേദിക്ക്. നമുക്കറിയാം ഈ IFFK പോലുള്ള അറിയാമല്ലോ. അപ്പോൾ ആ തിരുവനന്തപുരത്ത് ഇത് വർഷങ്ങളായിട്ടൊരു ആവശ്യമാണ്, ഒരു കോംപ്ലക്സ് പണിയണമെന്നുള്ളത്. കാരണം ആ സമയമാകുമ്പോഴത്തേക്കും തിരുവനന്തപുരം സിറ്റി മുഴുവൻ ട്രാഫിക് ബ്ലോക്ക് ആവുകയും വേണ്ടപ്പെട്ടവർക്ക് സിനിമ കാണാൻ പറ്റാതെ വരികയും ഡെലിഗേറ്റ്സുകൾക്ക് സിനിമ കാണാൻ പറ്റാതെ ഒക്കെ വരികയും ചെയ്ത സന്ദർഭത്തിൽ കാലാകാലങ്ങളെ ആലോചിച്ചു വരുന്നൊരു പരിപാടിയാണ് ഈ പറയുന്ന ഒരു സ്ഥിരം കോംപ്ലക്സ്. അത് പണിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്തും എന്ത് പുതുമയാണുള്ളത്? പിന്നീട് MD വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട് ഒരു സ്മാരകം നിർമ്മിക്കുന്നു. അതിന് 50 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി ഒരു മ്യൂസിയം പണിയും. അതിന് 1 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അടുത്തിടെ മരിച്ച നടൻ സലീം കുമാർ, അദ്ദേഹത്തിന് ഒരു സ്മാരകത്തിനായി 1 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നീട് സംഗീത സംവിധായകനായിട്ടുള്ള ജോൺസൺ മാസ്റ്റർ, അന്തരിച്ച ജോൺസന്റെ പേരിൽ തൃശ്ശൂർ ഒരു മ്യൂസിക് അക്കാദമി പണിയാൻ വേണ്ടി 5 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നീട് പാചകകല ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ വേണ്ടി 2 കോടി രൂപ. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. നിലവിൽ നമ്മുടെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് പാചകം. പിന്നെ അതിനു വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രത്യേകമായി 2 കോടി രൂപയ്ക്ക് എന്താണ് നിർമ്മിക്കാൻ പോകുന്നത്? 2 കോടി രൂപയ്ക്ക് എന്ത് സാധിക്കും? അങ്ങനെ ഒരു ചോദ്യം വരുന്നു. കാരണം ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പാഠ്യപദ്ധതിയിൽ പെടുന്നതാണ് പാചകം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ 2 കോടി രൂപയ്ക്ക് എന്ത് സ്ഥാപിക്കാനാണ്? പിന്നീട് ഈ സാംസ്കാരിക രംഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, തൃത്താലയിൽ, പാലക്കാട് തൃത്താലയിൽ KR നാരായണൻ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് IAS IPS ആ കോച്ചിങ്ങിനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും. ഇനിയും അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കടൽത്തീരവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ കടൽത്തീരം 600 കിലോമീറ്റർ ആണല്ലോ. അപ്പോൾ ആ കടലിനെയും മറ്റ് ജലപാതകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് മിഷൻ സമുദ്ര എന്ന് പറയുന്ന ഒരു പദ്ധതി, അതിന് 400 കോടി രൂപ മാറ്റിവെച്ചു. നല്ല കാര്യം. വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ പഠിക്കണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. കാരണം വിദ്യാർത്ഥികളൊക്കെ തന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് വിദ്യാഭ്യാസത്തിന് പോകുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഇവിടെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടി 100 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ വിശദാംശങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. എങ്ങനെയാണ് ആ 100 കോടി രൂപ വിനിയോഗിക്കുക എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തമല്ല. പിന്നീട് എപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു സംഗതിയാണ് KSRTC സൗജന്യ യാത്ര. അപ്പോൾ ആ സൗജന്യ യാത്രയ്ക്ക് വേണ്ടി 600 കോടി രൂപയാണ് ഈ ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്. പിന്നീട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA DR ആനുകൂല്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശമ്പള കമ്മീഷനെ നിയമിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. സർക്കാർ ജീവനക്കാരുടെ കാര്യമൊക്കെ മുറ പോലെ നടക്കും. പക്ഷേ ശമ്പള കമ്മീഷനെ നിയമിച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാർക്ക് ഇനിയും കാലാകാലങ്ങളിൽ എത്ര വർഷം കൂടുമ്പോൾ ശമ്പളം വർദ്ധിപ്പിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങൾ ഈ ശമ്പള കമ്മീഷനെ നിശ്ചയിച്ചെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അങ്ങനെ ശമ്പള കമ്മീഷനെ കുറിച്ച് പരാമർശമേ ഇല്ല. പിന്നീട് മറ്റൊരു നല്ലൊരു കാര്യം ചെയ്തിട്ടുള്ളത് ഇലക്ട്രിക് വാഹനങ്ങൾ EV,
അതിൻ്റെ റോഡ് ടാക്സ് കുറച്ചു എന്നുള്ളതാണ്. അത് വളരെ നല്ല കാര്യമാണ്, സാധാരണക്കാർക്ക് പ്രയോജനപരമായ കാര്യമാണ്. പിന്നീട് അടുത്തത് ശ്രീനാരായണ ഗുരുവിന് ഡൽഹിയിൽ പ്രതിമ പണിയും. അതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം നാരായണ ഗുരുവിന് കഴിഞ്ഞ തവണയും പിണറായി സർക്കാർ തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു വലിയൊരു പ്രതിമ സ്ഥാപിച്ചിരുന്നു. അങ്ങനെ സർക്കാർ അത്തരത്തിൽ പൊതു ഖജനാവിൽ നിന്ന് എടുത്ത് പണിയുന്ന ഒരു ഗുരുപ്രതിമ, നമുക്കറിയാമല്ലോ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. പക്ഷേ ഇവിടെ ഡൽഹിയിൽ സ്ഥാപിക്കുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷവും സർക്കാർ ഖജനാവിൽ നിന്ന്, പൊതു ഖജനാവിൽ നിന്നാണ് ആ ഒരു പ്രതിമ പണിതത്. ഇനി ചാലക്കുടിയിൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെ ഒരു സ്മാരകവും പണിയും, ഒരു പ്രതിമയും പണിയും. അങ്ങനെയാണ് ഈ സാംസ്കാരിക രംഗമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയാവുന്ന കാര്യം. അപ്പോൾ പൊതുവെ ഈ ഒരു ബജറ്റ് എന്ന് പറയുന്നത് ഒരു തണുത്ത ബജറ്റാണ്. ഈ പറയുന്ന പോലെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിന് സമൂലമായ മാറ്റങ്ങൾ വരുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല. അതേസമയം തന്നെ ഈ മധ്യമേഖലയെ സംബന്ധിച്ച് അവിടെ ഇതുണ്ട്. അതേപോലെ ഈ സാംസ്കാരിക മേഖലയിൽ കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ നേരിട്ട് ബാധിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്കത് ലാഭകരമായിരിക്കാം ഈ റോഡ് നികുതി കുറച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒഴികെ ഇതൊരു പൊതുവെ ഒരു സമ്മിശ്ര പ്രതികരണം അല്ലെങ്കിൽ ഒരു തണുത്ത ഒരു ബഡ്ജറ്റാണെന്ന് പറയാം. അങ്ങനെ കൊട്ടിഘോഷിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ വലിയ വിസ്മയങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് വലിയ വിസ്മയം കാണുമെന്നൊക്കെ പറയുന്നത്. പക്ഷേ അത്തരം വിസ്മയങ്ങളൊന്നും ഉണ്ട് എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.